നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു, ഇപ്പോൾ പറഞ്ഞതുപോലെ ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഈ കൂറുമാറുന്നുണ്ടല്ലോ. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരാൾ പെട്ടെന്ന് മറുപക്ഷത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ദുഃഖം അത് ഭയങ്കരമാണ്. അതിപ്പം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഉത്തരേന്ത്യയിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഉത്തരേന്ത്യയിൽ ഒരാൾ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു CPM കാരനായി ജനിക്കുന്നതിന് ഒരു CPM പാർട്ടിയിലായിരിക്കും, മരിക്കുന്നത് തലത്തിൽ തന്നെയായിരിക്കും. ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവും. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു നേതാവ് ഏത് പാർട്ടിക്കാരനും നമുക്കറിയില്ല. കാരണം ഓരോ ദിവസം പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് പാർട്ടിക്കാരനാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടി ഇവിടെ സുസ്ഥിരമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഈ മറുകണ്ഠം ചാടുന്നത് എനിക്ക് തോന്നുന്നില്ല അടുത്ത പക്ഷത്തു നിന്ന് ആരെങ്കിലും മറുഭാഗത്തേക്ക് പോകുമെന്നുള്ളത്. പക്ഷെ മറ്റ് ചില പാർട്ടികളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അത് അവരെങ്ങോട്ട് പോകുമെന്നുള്ളത്. ഇപ്പോൾ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ പത്മജയുടെ ഈ ചാട്ടമാണ്, മലപ്പുറത്തേക്കുള്ള ചാട്ടം. അത് വലിയൊരു നമ്മൾക്ക് ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല, ഒരു പോസ്റ്റർ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ. കരുണാകരൻ്റെ മകൾ BJPയിൽ ചേർന്നുകൊണ്ട് എന്നിട്ട് അച്ഛനെയാണ് കാണിക്കുന്നത്, കരുണാകരനെയാണ് കാണിക്കുന്നത്. അതുപോലെ കരുണാകരൻ്റെ ഫോട്ടോ, മകളുടെ ഫോട്ടോ, അതിൻ്റെ കൂടെ അത് രണ്ട് ചെറിയ ഫോട്ടോ ആണ്. കരുണാകരൻ ചെറുതാണ്, പത്മജ ചെറുതാണ്, വലിയ ഫോട്ടോ മോദിയുടെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പോസ്റ്റർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഒരു വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻ്റണിയുടെ മകൻ, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്താൽ ആ സ്ഥാനാർത്ഥി എങ്ങോട്ട് പോകുന്നുള്ളതാണ്, ജയിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് വോട്ട് ചെയ്യാന്നുള്ളത് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടി നമുക്ക് വിശ്വസിക്കാവുന്നത് ഈ ഇടതുപക്ഷക്കാരെയാണ്. അവർക്ക് വോട്ട് കൊടുത്താൽ അവരുടെ തന്നെ ഉണ്ടാകുന്നൊരു ഉറപ്പുണ്ട് നമുക്ക്. അവർ മറ്റെവിടെയും പോവില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ മറ്റു പാർട്ടിക്കാരെക്കുറിച്ച് നമുക്കത് പറയാൻ കഴിയില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓരോ തിരഞ്ഞെടുപ്പും നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല ഓരോ തിരഞ്ഞെടുപ്പും വലിയ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷ, നമ്മുടെ ജീവിതം മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷ, എല്ലാവർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ ജാതിക്കാർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം നമുക്ക് പ്രദാനം ചെയ്യുന്നുള്ള പ്രതീക്ഷ. അങ്ങനെയുള്ള പ്രതീക്ഷകളായിരുന്നു ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ അറിഞ്ഞത്, വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവിച്ചത്. പക്ഷേ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ലായിരിക്കില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പം എന്തിനും നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന, ഏറ്റവും വേദനാജനകമായിട്ടുള്ള വാർത്തകൾക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ തയ്യാറെടുത്ത് നിൽക്കുക. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് കേൾക്കാനുള്ള കരുത്ത് ഇപ്പോഴേ സംഭരിച്ചു വെക്കുക. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ